അപ്പോൾ ചിൽഡ്രൻസ് ഡേൻ്റെ ഒക്കെ ഒരു സബ്ജക്റ്റായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചിൽഡ്രൻസ് ഡേൻ്റെ അന്ന് ഇടാൻ പറ്റാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു A4 ഷീറ്റാണ്. അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു ന്യൂസ് പേപ്പേഴ്സും പിന്നെ കളർ പേപ്പർ, അതുപോലെ തന്നെ ഫെവിക്കോള്, സിസർ. അപ്പോൾ ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം തന്നെ വേണം കേട്ടോ. പിന്നെ ന്യൂസ് പേപ്പറിൽ എന്താണ് ഇപ്പം നമുക്ക് ഇപ്പോൾ അടുത്ത് കിട്ടുന്ന ന്യൂസ് പേപ്പർ ഉണ്ടാവില്ലേ, ആ ഒരു ദിവസം കിട്ടുന്ന സ്കൂളിലോട്ടൊന്നും അത്യാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമുക്കിങ്ങനെ പോസ്റ്റർ പോലെ ഉള്ളൊരു സെൽഫിയാണ് ഞാൻ വിചാരിച്ചത്. ആദ്യം തന്നെ നമുക്ക് ഈ ജവഹർലാൽ നെഹ്റുവിൻ്റെ ആ ഒരു ഫോട്ടോ ഞാൻ വിചാരിച്ച് വെട്ടിയെടുക്കാമെന്ന്. ഈ ഒരു ന്യൂസ് പേപ്പറിൽ കൂടിയിട്ടുള്ളത് എന്താ പറയുക, ഒരു കത്തുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ അങ്ങനെ ഉള്ള ഒരു കുറച്ച് പിക്ചേഴ്സും കൂടെയാണ് കേട്ടോ അതിലുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ടാണ് ഞാൻ ജേർണൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് നമുക്ക് ജവഹർലാൽ നെഹ്റുവിനെ വെട്ടിയെടുക്കാം. പക്ഷെ വെട്ടിയെടുക്കുമ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് പോർഷൻ അവിടെ വെക്കണം കേട്ടോ, എന്നാലേ അവർ വെട്ടിയെടുക്കുമ്പോഴുള്ള ആ ഒരു സെയിം ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ വെട്ടിയെടുക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു അതിലൊരു കത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കത്തും കൂടെ ഞാൻ എടുത്തു കേട്ടോ. പക്ഷേ പിന്നെ എനിക്ക് തോന്നിയതിന് മുമ്പായിട്ട് ഒരു ബ്രൗൺ കാർഡ്ബോർഡ് ഷീറ്റ് വെക്കാമെന്ന്. പിന്നെ ഞാൻ ലാസ്റ്റ് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് കേട്ടോ ഒരു കത്ത്. അതിൻ്റെ ഉള്ളിലൊരു ലെറ്ററിൻ്റെ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് വൈറ്റ് പോർഷൻ എടുത്ത് വെക്കണമായിരുന്നു. അങ്ങനെ വൈറ്റ് പോർഷൻ എടുത്തു. എന്നിട്ടും ഒരു കുറച്ച് ബേസിക് ഭാഗങ്ങൾ സെറ്റാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഞാൻ സെറ്റാക്കി കൊടുത്തു. അങ്ങനെ എനിക്ക് ബാക്കിയുള്ള പീസായിട്ട് 20 കിട്ടിട്ടോ. കൂടുതൽ ആരും ഇതൊന്നും ചെയ്യാനായിട്ട്, ജേർണൽ ചെയ്യാൻ ആരും അങ്ങനെ സിസർ ഉപയോഗിക്കാറില്ല സാധാരണയിൽ. പക്ഷേ അപ്പോൾ ഞാൻ വിചാരിച്ചു സിസർ ഉപയോഗിക്കാമെന്ന്, ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടോ. അപ്പോൾ ഞാൻ അത് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ ഈ കത്ത് ആദ്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി നല്ല നീറ്റിൽ ഇട്ട് കൊടുത്തിട്ടോ. പിന്നെ ആ മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരു പിക്കായിട്ടൊരു പോർഷൻ ഇട്ടിട്ടുണ്ടെന്ന്, ആ ഒരു പോർഷന് ഞാൻ വേറെ പീസിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. പിന്നെ ഞാൻ ബ്രൗൺ ഷീറ്റ് എടുത്തിട്ടോ, ബ്രൗൺ പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ആ ബ്രൗൺ പേപ്പർ. പിന്നെ നെഹ്റുവിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് എന്തെല്ലാം കിട്ടിയെന്ന് എന്നുള്ളൊരു വലിയൊരിതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ജസ്റ്റ് ഞാൻ വെക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതിൽ ഒരുപാടുണ്ടായിരുന്നു. ഒരു A4 സൈസാക്കി വെക്കാൻ പറ്റുന്ന അത്രത്തോളമാണ് ഞാൻ എടുത്തത് കേട്ടോ. A4 സൈസിന് കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂല്ലോ. പിന്നെ ഞാൻ വേറെ ഒരു പിക്ക് കൂടി ഉണ്ടായിരുന്നു, ചാച്ചാജി കുട്ടിയോട് കൊടുക്കുന്നുള്ള ഒരു പിക്ക്, അതും എടുത്തു കേട്ടോ. അതും ന്യൂസ് പേപ്പറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ആ കുറച്ച് എഴുതിയ ഭാഗങ്ങൾ, ആ എഴുതിയ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ ഞാൻ എഴുതി കൊടുത്തിട്ടോ. വേണമെങ്കിൽ ചെയ്ത് മതിയാവുമെന്ന് ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഇനി ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് ഇതുണ്ടായിരുന്നു. പിന്നെ നെഹ്റുവിൻ്റെ ജീവിതത്തിലൂടെ അത് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടോ. ആവശ്യം വരുമെന്ന് വിചാരിച്ചാൽ അത് ഞാൻ കട്ട് ചെയ്തു മാറ്റി. പിന്നെ അതന്നെ ആ ഒരു പീസസ് ആയിരുന്നു കേട്ടോ. പിന്നെ ആ പാർട്ടൊക്കെ സ്റ്റിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാൻ ബ്രൗൺ കളർ ഷീറ്റായിരുന്നു കേട്ടോ എടുത്തത്. അത് ആദ്യം തന്നെ ലെയറിൽ ഒട്ടിച്ചെടുത്തു.
പിന്നെ അതൊന്ന് റിപ്പേർ ഇട്ട് ഒട്ടിച്ചെടുക്കണം കേട്ടോ. ഇനി ഞാൻ വിചാരിച്ചു ഒരു കത്തുണ്ടല്ലോ, ആ ഒരു കത്ത് ഏതാന്ന് വെച്ചിട്ടോ. പക്ഷെ പിന്നെ ഞാൻ അത് നിന്നത് നെഹ്റുവിൻ്റെ ഫോട്ടോ ഒട്ടിക്കാനാണ് നിന്നത്. ഞാൻ ആദ്യം വിചാരിച്ച കത്ത് വെക്കാനാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നെഹ്റുവിൻ്റെ ഫോട്ടോ വെക്കാമെന്ന്. ഞാൻ നെഹ്റുവിൻ്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ചെടുത്തു. പിന്നെ ആ നേരത്തെ വെച്ച ആ എഡിങ് എടുത്തു. പിന്നെ ആ കത്ത് വെച്ചെടുത്തു കേട്ടോ. കത്ത് വെക്കാനുള്ള പശയൊക്കെ തേച്ച് കത്ത് വെച്ചെടുത്തു. പിന്നെ ആ പേപ്പേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഈസിയാണ് കേട്ടോ ചെയ്യാനായിട്ട്. നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ സ്റ്റിക്കേഴ്സ് കിട്ടിയാൽ വേസ്റ്റ് ആക്കാതെ, സ്റ്റിക്കേഴ്സ് അല്ല ന്യൂസ് പേപ്പേഴ്സൊക്കെ കിട്ടിയാൽ വേസ്റ്റ് ആക്കാതെ ചെയ്ത് നോക്കും. നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. പിന്നെ ഞാൻ ആ ഒരു ബോർഡറിലുള്ള ഭാഗം കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. ആ ഒരു ഹെഡിങ് അത് സ്റ്റിക്ക് ചെയ്തു കേട്ടോ. പിന്നെ ബാക്കിയുള്ള ആ ഒരു പീസസൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചെയ്തതിൽ ഞാൻ ആദ്യം വിചാരിച്ചു സ്പേസ് നെയിം ചെയ്യാമെന്നായിരുന്നു. പിന്നെ അത് എൻ്റെ അടുത്ത് മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ആ ഒരു കത്തിൻ്റെ ഫോട്ടോ ഞാൻ ലാസ്റ്റിൽ ഒട്ടിച്ചെടുത്തു. ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഫൈനൽ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.